വടക്കഞ്ചേരി വാൽക്കുളമ്പ് കണിച്ചിപ്പരുതിയിൽ നിന്നും അഞ്ചുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കുഴി വെള്ളച്ചാട്ടം കാണാൻ പോകുന്നു. ഇവിടെ നിന്നും സ്ഥലത്ത് നിന്നും ഏതാനും കുറച്ച് മീറ്ററുകൾ മാത്രം പോയാൽ നമ്മൾ ഇപ്പോൾ ഡാം പണിയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അഞ്ചുമുക്കിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരം കൂടി വണ്ടി മുമ്പോട്ട് ഓടിച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ ഇവിടെ എത്തിച്ചേരും. ഇതാണ് പണ്ടെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നൊരു വീട്, അതിലുള്ള അപ്പുറത്തേക്ക് പോകാനുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനോട് തൊട്ട് താഴെയായിട്ടാണ് ഇപ്പോൾ ഈ ഡാമിൻ്റെ പണി പൂർത്തീകരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ആ ഡാമിൻ്റെ മേലെ കൂടെ തന്നെ ഒരു പാലമുണ്ട്. അതിലൂടെ കയറിയാൽ നമുക്കെല്ലാം അപ്പുറത്തേക്ക് കിടക്കാം. അവിടെ വണ്ടിയെല്ലാം കുറച്ച് നിർത്താം. സ്ഥല സൗകര്യങ്ങളൊക്കെ പണിത് വരുന്നതേ ഉള്ളൂ. പക്ഷേ പണ്ട് വന്ന് കണ്ടിട്ടുള്ളവർക്ക് ഏറെക്കുറെ മനസ്സിലാവും ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ. കാരണം നമ്മളിവിടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് നമുക്ക് കുറച്ച് വണ്ടികളൊക്കെ നിർത്താം കേട്ടോ. ഈ അഞ്ചുമുക്കൊന്ന് വന്നു കഴിഞ്ഞാൽ അധികം ദൂരമില്ല. ഒന്നിങ്ങനെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ മേലെ കൂടെ അപ്പുറത്തേക്ക് പോകാനുള്ള വഴി. അതിനുശേഷം നിങ്ങൾ ഈ കാണുന്നതാണ് ഇപ്പോൾ കെട്ടിയിരിക്കുന്ന ഡാം. ഈ ഡാമിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് രണ്ട് പൈപ്പ് ഇട്ടിട്ടുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ട അവിടെ ഒരു ചെറിയ പൈപ്പ് കാണുന്നുണ്ട്. അതിനോടടുത്ത് തന്നെ ഇങ്ങേ സൈഡിലും ഇപ്പോൾ ഫസ്റ്റ് തന്നെ കാണുമ്പോൾ തന്നെ ഇതിലും ഒരു പൈപ്പിലൂടെ കണ്ട ഈ പോകുന്നത് ഒരു വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു പിക്ചർ. ഇങ്ങനെ ഉണ്ടാവും ഡാമിൻ്റെ കെട്ടും കാര്യങ്ങൾ. അതിൻ്റെ സൈഡ് വഴിക്ക് നമ്മളിങ്ങനെ ഇറങ്ങി നടന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട പ്രായമുള്ള ആൾക്കാർക്കൊക്കെ നടന്നു പോകാവുന്ന രൂപത്തിലുള്ള വഴികളൊന്നും ഇല്ലെങ്കിലും നടവഴിയാണ്. അപ്പോൾ നടവഴിയിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ താഴത്ത് നിന്നും കാണുന്ന ഡാമിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെറിയ വഴികളാണ്, നടവഴി ഇടവഴിയിലൂടെ. ഈ പൈപ്പിലൂടെയും വെള്ളം നന്നായിട്ട് പോകുന്നു. രണ്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് അവിടുത്തെ രണ്ട് പൈപ്പുകൾ. അതിന് എന്തൊക്കെയാണ് അതിൻ്റെ പർപ്പസ് നമുക്കറിയില്ല. പിന്നെ താഴോട്ട് നിലവിൽ പൈപ്പുകളൊന്നും ഇട്ടിട്ടില്ല. പിന്നീട് ഇടുമായിരിക്കും, ഒരു പക്ഷേ അറിയില്ല. ഇടാതെ വരില്ലല്ലോ. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ അതിൻ്റെ സൈഡ് വഴി പോകാൻ നേരത്ത് ഈ അരുവികളുടെ ഇടവഴിയിലൂടെയുള്ള നമ്മുടെ റൈറ്റ് സൈഡിലെ അരുവികൾ കാണുന്നു. നമ്മൾ ഈ ലെഫ്റ്റിലൂടെ അങ്ങനെ നടന്ന് നമ്മളിനി അടുത്തൊരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോകണം കേട്ടോ. ഇതിൻ്റെ താഴത്തേക്ക് കുറേ ദൂരം ഇങ്ങനെ നടന്നു പോയി കഴിയുമ്പോൾ ചില സ്ഥലങ്ങളിലെല്ലാം നമുക്ക് നിന്ന് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ ചെറിയ വെള്ളച്ചാട്ടങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അവിടെ ഒരു കുഴിയായിട്ട് ഉണ്ടാവും. ആ കുഴിയുടെ അടുത്ത് നിൽക്കാം. പിന്നെ ഇങ്ങനെയുള്ള 1-2 സ്പോട്ടുകളുണ്ട്. നല്ല ഒരു ഗുഹ പോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഗുഹയല്ല, ഒരു 10-20 ആൾക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ മഴ നനയാതെ നിൽക്കാവുന്ന തരത്തിൽ പാറ ഇങ്ങനെ ഒരു കൂടാരം പോലെ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ ഡാമിൻ്റെ താഴ്വശമാണ് ഈ കാണുന്നതൊക്കെ. ഡാം കെട്ടിയതിൻ്റെ താഴോട്ട് ഒഴുകി വരുന്ന വെള്ളമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ അത്യാവശ്യം ചെറിയ ഹൈറ്റിൽ ചാടുന്നതുണ്ട്, അല്ലാത്തതുണ്ട്. പിന്നെ കുറച്ച് നിരന്നിട്ട് നാദത്തോടു കൂടി ഒഴുകുന്ന നമ്മൾ അരുവികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കണ്ട ആൾക്കാർ കുളിക്കുന്നത് കാണാം നമുക്കിങ്ങനെ ചെറിയ. അപ്പോൾ അവിടെ അങ്ങനെ വലിയ ഡേഞ്ചറായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല കുളിക്കാൻ നമുക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ചാടി ഉള്ള സംഭവങ്ങളാണ്. പിന്നെ ഇവിടെ നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ കുറേ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗുഹ എന്ന് പറയാൻ പറ്റില്ല, ഒരു ടെൻ്റ് അടിച്ച പോലുള്ള ഒരു പാറ കൊണ്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിലൂടെ എല്ലാം പോയി വീണ്ടും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ഒച്ചയും ബഹളമൊക്കെ ഉണ്ട്. മഴക്കാലത്തുണ്ട്. നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ പൈപ്പ് ലൈനും. പിന്നെ ഇവിടെ പോണതിൻ്റെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ആവുകയും ചെയ്തു. വലിയ പൈസ മുടക്കുമില്ല. അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഇടം കൂടിയിട്ടാണ്. വനത്തിൻ്റെ ഭംഗിയും ഫോറസ്റ്റാണ്. ഇതിൻ്റെ സൈഡിലെല്ലാം ഫോറസ്റ്റ് വരുന്നതാണല്ലോ. അപ്പോൾ വലിയ കാടൊക്കെ എല്ലാം മരങ്ങളെല്ലാം വെട്ടാതെയും പല വക മരങ്ങളും അങ്ങനെയുള്ള എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഫാമിലിയും പിള്ളേരും വയസ്സായവരെല്ലാവരും കൊണ്ടുപോകുമല്ലോ. വണ്ടി പാർക്കിങ്ങിന് പോലുമ്പോൾ നിലവിൽ പൈസയില്ല, എല്ലാം ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ മേലെ കണ്ട വെള്ളച്ചാട്ടം ആ ഡാമിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഒരു കുറച്ച് ദൂരം, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എല്ലാം 5 മിനിറ്റ് നടന്നാൽ മതി. 5 മിനിറ്റ് നടന്നിങ്ങനെ നടക്കുമ്പോഴൊക്കെ വഴികളൊക്കെ നോക്കി നടക്കണമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വേരുകളുടെ ഇടയിൽ കൂടെയൊക്കെ നടന്ന് ചെറിയ പാറ കഷ്ണങ്ങളും. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു സ്ഥലത്തെത്തും. ആ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ളൊരു വ്യൂ ആണ്. കണ്ടില്ലേ എന്താണൊരു ഭംഗി അല്ലേ? ആകാശം അല്ലെങ്കിൽ നമ്മുടെ ആ കാർമേഘങ്ങളെല്ലാം നമ്മുടെ തലയിൽ ഇങ്ങനെ തൊട്ടില്ലാന്ന് നിൽക്കുന്ന ഒരു ഫീലാണ്. പക്ഷേ ഇവിടുത്തെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറയുടെ മുകളിൽ നിന്ന് നമുക്ക് കിഴക്കഞ്ചേരി പഞ്ചായത്തിൻ്റെ ഒരുവിധപ്പെട്ട ഭാഗങ്ങൾ മുഴുവൻ കാണാം. കിഴക്കഞ്ചേരി, വടക്കഞ്ചേരി, വണ്ടാഴി ആ ഭാഗങ്ങൾ മുഴുവൻ കാണാം. വെള്ളച്ചാട്ടമാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. പക്ഷേ നമുക്കത് കാണാൻ കഴിയില്ല. പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് നിങ്ങളിങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ താഴ്വശത്തായിട്ടാണ് ഇപ്പോൾ ഈ ജനറേറ്ററും കാര്യങ്ങളും. ഇപ്പോൾ കാണുന്നത് ശരിക്കും വെള്ളച്ചാട്ടമുണ്ട്. ടിണ്ടില്ലം വെള്ളച്ചാട്ടം എന്ന് പറയുന്ന സ്ഥലം
ആണ് നമ്മൾ ഈ രണ്ട് പാറയുടെയും ഇടയിലൂടെയാണ് ചാടുന്നത്. പക്ഷെ നമുക്കത് കാണാൻ കഴിയില്ല. കാരണം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രത്യേക രൂപത്തിലാണ് ഈ പാറയുടെ ഒരു സംഭവം വരുന്നത്. ആ താഴെ ഒരു സംഭവം കാണുന്നുണ്ടാവും, നിങ്ങളൊരു ആസ്പെറ്റോസെല്ലാണ് ഇട്ടത് നേരെ താഴെ. അതാണ് ഇപ്പോൾ ഈ ജനറേറ്ററും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പോകുന്ന സ്ഥലം. പിന്നെ അവിടെ കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നമ്മുടെ സ്വാഭാവികം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട നമ്മുടെ കിഴക്കഞ്ചേരി, വടക്കഞ്ചേരി, വണ്ടാഴി ആ പഞ്ചായത്തുകൾ, മങ്ങൾ ഡാമിൻ്റെ അവിടുത്തെ ക്രഷർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇവിടെ നിന്ന്, ഒരുപാട് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതാണ് ഈ കാണുന്ന ഷീറ്റ് കണ്ടോ താഴെ, അതാണ് ജനറേറ്റർ. അടുത്ത് തന്നെയാണ് ഈ പൈപ്പ് ലൈൻ വന്നിട്ട് താഴെ ഇവിടെയാണ് വന്നിട്ട് അതിൻ്റെ പവർ. അത് ഒരു കൊന്നേൽക്കക്കടവ് ഭാഗം എന്ന് പറയാൻ പറ്റില്ല, ഏറെക്കുറെ അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം. ഈ പാറയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓക്കെയാണ്, മഴയൊന്നുമില്ല. പക്ഷേ മഴക്കാലം അല്ലാണ്ട് ജണ്ട കാണാം നിങ്ങൾക്ക്, കുറച്ച് കഴിയുമ്പോൾ കുറച്ച് വ്യക്തമായി കാണിച്ചു തരാം. ഈ പാറയിലൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഭയങ്കര തെന്നലുണ്ടാവും മഴ പെയ്ത് ആ പായലുള്ള സമയത്ത്. അപ്പോൾ നമുക്കിങ്ങനെ നടക്കാൻ ഒരു രക്ഷയില്ല. കാല് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ആ ജനറേറ്ററിൻ്റെ താഴത്തേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കണം. അപ്പോൾ അങ്ങനത്തെ കൈവരികളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഭാവിയിൽ അതെല്ലാം വന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും. പക്ഷേ ഈ ഇരിക്കുന്നുണ്ട് ജണ്ട, ഇതിൻ്റെ മേലെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാം. അങ്ങനെ വലിയ കോട മഞ്ഞോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് മഴക്കാലം കൂടി ആയതുകൊണ്ട് ഒരു സംഭവം. പിന്നെ ഇത് കുറച്ച് ഹൈറ്റ് കൂടിയ സ്ഥലമാണ്. നമ്മൾ വടക്കഞ്ചേരി ടൗണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ല ഒരു 5-6 കിലോമീറ്ററോളം നമുക്ക് ചെറിയ ഹൈറ്റിലേക്ക് നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്ന പോലെയാണ്. അത്രമാത്രം തണുപ്പില്ലെങ്കിൽ തന്നെയും അങ്ങനെ വിയർക്കില്ല. പക്ഷേ ഇവിടെ നിന്നുള്ള ആ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ജണ്ട എന്ന് അതിനെ പറയും. ഇതാണ് ഫോറസ്റ്റുകാർ നിർമ്മിച്ചിരിക്കുന്ന അതിർവരമ്പുകളുണ്ടല്ലോ, നമ്മുടെ കയ്യാലയ്ക്കൊക്കെ പകരം ഇങ്ങനെ ജണ്ടകൾ ഇടയിലുണ്ടാവും. ഈ ജണ്ടയുടെ ഉള്ളിലുള്ള സ്ഥലം ഫോറസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ ഈ ഡാം വരുന്ന ഫോറസ്റ്റിൽ പെട്ടതുകൊണ്ട് ഫോറസ്റ്റ് അല്ലാത്ത പ്രൈവറ്റ് ആൾക്കാരുടെ ഉണ്ട്. അപ്പോൾ പ്രൈവറ്റ് ആൾക്കാരുടെയൊക്കെ ഒരു പൈസ കൊടുത്ത് മേടിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഏതാനും കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞാൽ അതിൻ്റെ കെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പാലക്കുഴി വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാം നമ്മുടെ പാലക്കാട് ജില്ലയിലെ തൃശ്ശൂർ ജില്ലക്കാർക്ക് ഇതിൻ്റെ ഫോറസ്റ്റ് എല്ലാം വരുന്നത് തൃശ്ശൂർ ജില്ലയാണ്. പീച്ചി റിസർവയറിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഈ മലയുടെ മുകൾ വശത്ത്. വാഴാനി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ മലകളെല്ലാം ഇതെല്ലാം കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ സ്ഥലം അങ്ങനെ അധികം ആൾക്കാരൊന്നും വരാറില്ല. അറിയുന്നവർ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. നല്ല വ്യൂ ആണ്. നിങ്ങൾക്കെല്ലാം വന്ന് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ വനവുമായി ബന്ധപ്പെട്ടിട്ട് ചിലർക്ക് കാടും മലകളെല്ലാം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്കെല്ലാം വന്ന് ഒരു ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 4-5 മണി വരെ അവിടെ അങ്ങനെ ഇരുന്ന് കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നിങ്ങളൊരു 5-6 പേര് കൂടി 5-8 പേരൊക്കെ കൂടി പോയി എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം ഇരുന്ന് കഴിച്ച് കുറേ നേരം സംസാരിച്ച് ഇങ്ങനെ കുറേ ഫോട്ടോ എടുത്ത് മടുക്കുന്നുണ്ട് നമ്മൾ. ഫോട്ടോ എടുക്കുക, അങ്ങനെ കുറച്ച് മരക്കൊമ്പുകളെല്ലാം ഉണ്ട്, അതിലൊക്കെ നമുക്കൊന്ന് തൂങ്ങി ഒന്ന് ഇതാവാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് 10-15 പേരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത്രയും ആൾക്കാരാണ് അവിടെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കണ്ട് തിരിച്ച് വരാൻ നേരത്തെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളം കണ്ടപ്പോൾ നമുക്ക് കുളിക്കാതെ വരുന്ന മോശമല്ലേ, അവിടെ ഇറങ്ങി അർമാദിച്ചു എന്ന് തന്നെ പറയാം. പിള്ളേരെല്ലാം ഇറക്കി, പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പിയായി. കാരണം നല്ല തണുത്ത വെള്ളം, നല്ല പാറ. 1-2 മക്കളൊക്കെ വീണു. പക്ഷേ ചെറിയ പരിക്കുകളോട് കൂടിയിട്ട് രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ ചെറിയ പരിക്കുണ്ടാവില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നടക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം പിടുത്തം കിട്ടില്ല, അതാണ് ഒരു പ്രശ്നം. പക്ഷേ ഇവിടെ ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ അതെല്ലാം ചെയ്യുമോയെന്നൊന്നും അറിയില്ല. ഇങ്ങനെ കല്ലും അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പല സ്ഥലത്ത് ആൾക്കാർ ഇങ്ങനെ കുളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപകടങ്ങൾ ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ തന്നെ നിന്ന് അത്യാവശ്യം നന്നായി കുളിച്ച് ഒരുപാട് ടൈം കേട്ടോ, ഒരു 1-1.5 മണിക്കൂർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി. നമ്മളിതിപ്പോൾ കുളിക്കാൻ നേരത്തെ പിള്ളേർ കൂടെ നിൽക്കണുണ്ട്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറയുടെ ഇടയിലൊക്കെ ചെറിയ കുഴികളുണ്ട്, കുറച്ച് വലിയതുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഒരാളുടെ ഹൈറ്റിലുള്ളതൊക്കെ ഉണ്ട്. കാരണം പറഞ്ഞാൽ ഈ വെള്ളം അത്ര ഫോഴ്സിൽ ഒഴുകി വന്നിട്ട് അതിൻ്റെ അടിയിൽ മണ്ണെല്ലാം പോയിട്ട് ഈ പാറകളുടെ ഇടയിലാണെങ്കിൽ വെള്ളത്തിന് പ്രശ്നമൊന്നുമില്ല, നമുക്കങ്ങനെ ഇടിക്കലൊന്നുമില്ല. നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. ഭയങ്കര തെന്നലുള്ള പാറകളാണ്. വെള്ളത്തിൽ ഇറങ്ങി കുഴപ്പമില്ല. അപ്പം അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. ആ മഴയത്തും പിള്ളേർ പിന്നെ പറഞ്ഞാൽ കേൾക്കില്ല, കയറി വരുമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ശരിക്കും നന്നായിട്ട് ഒരു 1-1.5 മണിക്കൂർ അവിടെ കുളിച്ച് സ്പെൻഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വരികയാണെങ്കിലും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരുപാട് വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും അത്യാവശ്യം നമുക്ക് കാടിൻ്റെ ഭംഗിയും ഇതേപോലെ വെള്ളച്ചാട്ടവും ഈ മഴക്കാലത്ത് വന്നിട്ട് കാര്യമുണ്ടോ. വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷേ അല്ലാത്ത വ്യൂ ആസ്വദിക്കാം നിങ്ങൾക്ക്.